ഹായ് ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് മിനി നവാസ് എന്നാണ്. ഞാൻ ആലപ്പുഴക്കാരിയാണ്. ഇവിടെ ഒമാനിലൊരു സ്കൂളിൽ ബസ്സിൽ വർക്ക് ചെയ്യുവാണ്. അമ്മക്കൂട് എന്ന് പറയുന്നൊരു ചാനലൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബിൽ വന്നിട്ടിപ്പം 7 മാസമായി. എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ കൊണ്ട് എന്തായാലും നമ്മളൊരു 5 മാസമൊക്കെ ആയി. 5 മാസത്തിന് മുന്നേ ഫുൾ മോണിയൊക്കെ ആയി. ഞാൻ ഈ ലൈവൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസമൊക്കെ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ മെയിനായിട്ടും പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലൈവും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മെയിനായിട്ടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സംസാരിക്കുമ്പം സൗണ്ട് നിന്ന് പോകും. അതായത് ശ്വാസം വന്ന് തിങ്ങി നിന്നിട്ട് പെട്ടെന്ന് ശബ്ദിക്കാൻ പറ്റാണ്ടാകും. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇങ്ങനെ ലൈവിൽ ഇരിക്കുന്നുണ്ട്, അത് എനിക്ക് പ്രശ്നമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളേക്ക് ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ആരെയും അങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറില്ല. അതുപോലെ തന്നെ വീഡിയോയിലാണെങ്കിലും ഇപ്പം ലൈവ് ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഞാൻ ലൈവ് ചെയ്യുന്ന ടൈം ശരിയല്ല. അതായത് ഞാൻ ലൈവ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ 6 മണിയിടയ്ക്കൊക്കെ ആകും. അതായത് 5:30 5:45 ആകും. കാരണം ഞാൻ പോകുന്നത് വെളുപ്പിന് 5:20 ഡ്യൂട്ടിക്ക് പോകും. ഇവിടുന്ന് തിരിച്ച് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ടൈം 4:15 ആവും. ഇന്ത്യൻ ടൈം 5:45 ആവും. ഞാൻ ഒന്ന് ഫ്രഷായി ലൈവിലിരിക്കുമ്പം എന്തായാലും ഒരു 6 മണിയൊക്കെ ആവും. അപ്പോൾ മിക്കവർക്കും വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ സമയമാവും. അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സമയമൊക്കെ ആവും. അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവർക്കും നമ്മുടെ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലൈവ് നമുക്ക് ഇത്തിരി നേരം ലേറ്റാക്കി ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അതായത് ഈ 6 മണി, അതായത് നാട്ടിൽ 6 മണി എന്നുള്ളത് ഒരു 6:30 7 മണിയൊക്കെ ആകുമ്പം, അല്ലെങ്കിൽ അതിനേലും കുറച്ചുകൂടി ലേറ്റാക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ പകൽ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഓരോരോ കള്ള ഐ ഡിയിൽ, ഓരോരോ പന്ന ഐ ഡിയിൽ തോന്നിവാസം പറഞ്ഞു വരുന്ന കുറച്ച് മാന്യന്മാരൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് വലുതായിട്ടൊന്നും ഇല്ല എങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പകൽ ഇത്രയും വരുമ്പം രാത്രി അപ്പോൾ കുറച്ചുകൂടി ലേറ്റായിട്ട് നമ്മൾ ലൈവ് ചെയ്യുമ്പം വീണ്ടും അതിനേലും മോശമായിട്ട് ലൈവ് ചെയ്യും. അതായത് നമുക്ക് കമൻറ്റ് വരും. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പിള്ളേരുണ്ടാവും, അവരന്നേരം തിരിച്ചങ്ങോട്ടേക്ക് മറുപടി പറയും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയാവും. അതിനൊക്കെ വഴി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ലേറ്റായിട്ട് ലൈവ് ചെയ്യാത്തത്. അപ്പം ഇങ്ങനെ 2 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, എനിക്ക് വയ്യ. രണ്ടാമത്തത്, ഇങ്ങനെ ലേറ്റാക്കി ഇങ്ങനെ വൈകുന്നേരത്തെ എൻ്റെ ടൈം കറക്റ്റല്ല. ലേറ്റായിട്ട് ചെയ്താൽ അതിൻ്റേതായ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഈ മോശം കമൻറ്റ് പറയാനായിട്ട് പ്രത്യേകം ഐ ഡി തയ്യാറാക്കി വരുന്ന മാന്യന്മാർക്ക് അറിയത്തില്ലല്ലോ. നമുക്കൊക്കെ എന്തായാലും നമ്മളൊക്കെ സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ്. നമുക്കും ഉണ്ട് മക്കളും മരുമക്കളും ആങ്ങളമാരും, സമൂഹത്തിൽ നമ്മളെ ബഹുമാനിക്കുന്ന കുറേയേറെ ആൾക്കാരും ഉണ്ടെന്നുള്ള ചിന്ത ഇവർക്കാർക്കും ഇല്ല. ഇവരൊക്കെ ഇരുട്ടത്ത് വന്നിരുന്ന് തെറി പറയുന്നത് പോലെ, അതായത് ഇരുട്ടത്ത് വന്നിരുന്ന് മോശം പറയുന്ന ആൾക്കാരില്ലേ, അതായത് ഈ ഗോവിന്ദച്ചാമിയുടെയൊക്കെ പോലെയുള്ള, അതായത് മാനസിക വൈകൃതങ്ങളുള്ള കുറേ പന്നന്മാരാണ് ഇങ്ങനെ വന്നിരുന്ന് തോന്നിയാസങ്ങളൊക്കെ വന്ന്, മുഖം കാണുന്നില്ലല്ലോ അവരുടെ, വന്നിന്ന് പറയുമ്പോൾ അവർക്കതൊരു സുഖമാണ്, ഒരു തരം ലഹരിയാണ്, അതൊരു തരം സൈക്കോളില്ലേ, അവരാണത്. അപ്പം നമ്മൾ ലൈവ് നടത്തുന്നത് ഇച്ചിരി മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരോടും കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കുടുംബാന്തരീക്ഷം പോലെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട് ഇരുന്ന് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒന്നൊറ്റയും വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കും. അതൊരു രസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലൊരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും ഓരോ ഐ ഡി, അതായത് നിങ്ങളുടെ ഐ ഡിയിൽ, അല്ലെങ്കിൽ ചിലർ വേറെ പേരുള്ള ഐ ഡിയിലൊക്കെ വന്നിട്ട് നമ്മളോട് അമ്മക്കൂടേ എന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളിയേക്കും, ചേച്ചീന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളിയേക്കും, അമ്മേ എന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളിയേക്കും, മോളേന്ന് വിളിക്കുമ്പോഴും വിളിയേക്കും. എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുന്ന ഞാനും ഒരു മനുഷ്യത്തിയാണെന്ന് ഈ പന്നന്മാർക്ക് മനസ്സിലാകുന്നില്ല.
അവരൊക്കെ മോശം പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സുഖം, നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിൻ്റെ വിഷമം. നമ്മൾ സന്തോഷം കിട്ടാൻ വന്നിരിക്കുന്നതാണ്, ഒരല്പം സന്തോഷത്തിന്, ഒന്ന് റിലാക്സേഷന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മിക്ക ആൾക്കാരെയും ജീവിക്കാൻ അനുവദിക്കാത്തവർ. ഇവരുടെയൊക്കെ കയ്യിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ പിള്ളേരെയോ അല്ലെങ്കിൽ നമ്മളെ തന്നെയോ ഇത്തിരി നേരം ആ സമയത്ത് അവരുടെ പാങ്ങിന് എവിടെയെങ്കിലും കിട്ടിയാൽ നമ്മളെയൊക്കെ ഇവന്മാർ കടിച്ച് കീറി തുപ്പത്തില്ലേ, ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പന്നന്മാരുള്ളിടത്തോളം കാലം ആരും നന്നാവില്ല. ഇവരെ പേടിച്ചൊന്നുമല്ല ലൈവ് നിർത്തിയത്. എനിക്ക് മാനസികമായിട്ട്, അതായത് ശാരീരികമായിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ലൈവ് നിർത്തിയിട്ടല്ല. ഞാൻ വരും ലൈവിൽ ഇനിയും. എനിക്ക് പറയാനുള്ളതൊക്കെ നിങ്ങളോട് പറയാനും നിങ്ങളുടെയൊക്കെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാനും ഒക്കെ. ഞാനൊരു ലൈക്ക് കിട്ടാനോ ഒരു കമൻറ്റ് കിട്ടാനോ ഒന്നുമല്ല അവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും വരുമ്പം എൻ്റെ കണ്ണിൽ കാണുന്ന സന്തോഷം, ആഹ്ലാദം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ പറയുന്നതിന് തക്ക മറുപടി തന്ന് ചിരിച്ച് തമാശ പറഞ്ഞിരിക്കുന്നതും കൃത്രിമമല്ല, ഒറിജിനാലിറ്റി തന്നെയാണ്. എൻ്റെ മക്കളായിട്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. അമ്മക്കൂടെന്ന് പറയുമ്പം എൻ്റെ മക്കളാണ് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ കൂട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട് എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും ഏകദേശമൊക്കെ മാറുമ്പം എപ്പോഴും ലൈവില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ ലൈവൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. പല പ്രാവശ്യം നിർത്തിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ശ്വാസം നിന്ന് പോകും സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. എന്നെ ആരും മറന്നു പോകരുത്. എല്ലാവരും എന്നെ ഓർമ്മ വേണം കേട്ടോ. ഞാൻ ലൈവായിട്ട് വന്നില്ല എന്ന് കരുതിയിട്ടൊക്കെ ആരും എന്നെ മറന്നു പോകരുത്. എൻ്റെ ഷോർട്സ് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഒരുപാട് നന്ദി, ഒത്തിരി സ്നേഹം, സന്തോഷം. ബൈ ബൈ.